Respected teacher and my dear friends, I am Fatima Shahana. എൻ്റെ ടോപ്പിക്കാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്താണ് നമുക്ക് നോക്കാം. It is the branch of QT which is related with using concept to deal with uncertainty in decision making. It is a process of selecting and using simple statistic draw inference about population parameter by examining only a part of population known as sample. Such inference drawn are called statistical inference. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അഥവാ ഇൻഫറൻഷ്യൽ അനാലിസിസ്? ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞത് ക്യൂട്ടിയുടെ ഒരു ബ്രാഞ്ചിനെയാണ്. ഇൻഫറൻസ് മീൻസ് കൺക്ലൂഷൻ. ഒരു പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അതിന് നമ്മൾക്ക് ഒരു കൺക്ലൂഷൻ കിട്ടും. ആ പോപ്പുലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയാം. അനലൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കിട്ടിയ കൺക്ലൂഷനെ നമ്മൾ അനാലിസിസ് നടത്തുക, അതിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. ഇൻഫറൻഷ്യൽ അനാലിസിസിന്റെ 2 ഫോംസ് ആണ് എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും. അതിൽ ഫസ്റ്റ് വൺ എസ്റ്റിമേഷൻ നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ് വൺ എസ്റ്റിമേഷൻ. Estimation is an important aspect of statistical inference is using estimate to approximate value of an unknown population parameter. It is a method of collecting characteristics of population on the basis of sample characteristics. എന്താണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ? എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എസ്റ്റിമേഷൻ ആവശ്യമാണ് എന്നാ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിലും ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും അതിനൊക്കെ എസ്റ്റിമേഷൻ വേണം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, അങ്ങനെ പറയുന്ന ഒരു എസ്റ്റിമേഷനെയാണ്. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, പോയിന്റ് എസ്റ്റിമേറ്റും ആൻഡ് ഇന്റർവൽ എസ്റ്റിമേറ്റും. അതിൽ ഫസ്റ്റ് വൺ പോയിന്റ് എസ്റ്റിമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പോയിന്റ് എസ്റ്റിമേറ്റ്. എ പോയിന്റ് എസ്റ്റിമേറ്റ് ഡ്രോസ് ഇൻഫറൻസസ് അബൌട്ട് എ പോപ്പുലേഷൻ ബൈ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് എൻ അൺനോൺ പാരാമീറ്റർ യൂസിങ് എ സിംഗിൾ വാല്യൂ ഓർ പോയിന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിംഗിൾ നമ്പർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അൺനോൺ പാരാമീറ്റർ. എന്താണ് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിംഗിൾ നമ്പർ ദാറ്റ് ഈസ് നോൺ ടു അൺ പാരാമീറ്റർ. ടു ദ പോയിന്റ് ആയിട്ട് പറയുന്ന ഒരു എസ്റ്റിമേഷനെയാണ് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയും. കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ സെൻറ്ററിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് റിപ്പയർ ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മുടെ കാറൊന്ന് കാണും, എന്നിട്ട് എത്ര എമൗണ്ട് വരും എന്ന് കാറ് കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ വിളിച്ച ആള് പറയും ഇങ്ങനെ ഇത്ര എമൗണ്ടേ വരുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഡിസിഷനെ പറയുന്ന, ചിലപ്പം ആ ഒരു ഡിസിഷൻ ഓൾമോസ്റ്റ് ശരിയാവണമെന്നില്ല, ചിലപ്പം തെറ്റാവും. അങ്ങനെ പറയുന്ന ഒരു കാര്യത്തെയാണ് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുക. മനസ്സിലായോ? പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംഗിൾ നമ്പർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അൺനോൺ പാരാമീറ്റർ. ഈ പോയിന്റ് എസ്റ്റിമേഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എക്സാക്ട് വാല്യൂനെയാണ് എന്നാണ് പോയിന്റ് എസ്റ്റിമേഷനിൽ പറയുന്നത്. ഈ ഒരു എമൗണ്ട് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പം കറക്റ്റ് ആവില്ല, അങ്ങനെ പറയുന്നതാണ്. നെക്സ്റ്റ് എസ്റ്റിമേഷൻ ആണ് ഇന്റർവൽ എസ്റ്റിമേഷൻ. ആൻ ഇന്റർവൽ എസ്റ്റിമേറ്റ് ഡ്രോസ് ഇൻഫറൻസ് അബൌട്ട് എ പോപ്പുലേഷൻ ബൈ estimating the value of an unknown parameter using an interval. It is a standardized estimation and it is a good estimator. ഇന്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് വാല്യൂ. നേരത്തെ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ പറഞ്ഞു സിംഗിൾ നമ്പർ ആണ്, എന്നാൽ ഇന്റർവൽ എസ്റ്റിമേഷൻ റേഞ്ച് ഓഫ് വാല്യൂ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ. എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് പോപ്പുലേഷന്റെ ആവറേജ് വരുന്നത്. പോയിന്റ് എസ്റ്റിമേറ്റിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും ഇന്റർവൽ എസ്റ്റിമേഷൻ. കാരണം പോയിന്റ് എസ്റ്റിമേറ്റ് കറക്റ്റ് ആയിട്ട് വരില്ല. നമ്മൾ പറഞ്ഞ ഒരു പ്രോബബിലിറ്റിയാണ്, ഇത്ര എമൗണ്ടേ വരുള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. എന്നാൽ ഇന്റർവൽ എസ്റ്റിമേഷനിൽ
ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കാറ് റിപ്പയർ ചെയ്യുന്ന കാര്യം നമ്മൾ വേറെ സെന്ററിലേക്ക് വിളിക്കുന്നതിന്റെ മുന്നേ വേറെ ആൾക്കാരോട് വിളിച്ച് ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ 5,000-ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 6,000-ന്റെ ഉള്ളിലായിരിക്കും എമൗണ്ട് വരികയാണ്. അപ്പൊ അവിടെ വരുന്നത് ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്, ഒരു ഇന്റർവെല്ലാണ് കാണുന്നത്. അതിന് പറയുന്ന എസ്റ്റിമേഷൻ ആണ്, അതാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. പോയിന്റ് എസ്റ്റിമേഷനിലേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും ഇന്റർവെൽ എസ്റ്റിമേഷൻ. പോയിന്റ് എസ്റ്റിമേഷൻ കറക്റ്റ് ആയിട്ട് വരില്ല, എന്നാൽ ഇന്റർവെൽ എസ്റ്റിമേഷൻ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ. ഗുഡ് എസ്റ്റിമേറ്ററിന് എന്തൊക്കെ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് ഇനി നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അൺബയാസ്ഡ്നെസ്. എന്താണ് നോക്കാം. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഈസ് റെഫേർഡ് ടു എ പോപ്പുലേഷൻ പാരാമീറ്റർ പ്രൊവൈഡഡ് ദ മീൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ ഹൂ എക്സ്പെക്റ്റഡ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ദ ആക്ച്വൽ വാല്യൂ ഓഫ് പാരാമീറ്റർ. എന്താണ് ഫസ്റ്റ് വൺ അൺബയാസ്ഡ്നെസ്സിൽ പറയുന്നത്? ഹു എക്സ്പെക്റ്റഡ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ദ ആക്ച്വൽ വാല്യൂ ഓഫ് പാരാമീറ്റർ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും സെയിം ആയിരിക്കണം, ഈക്വൽ ആവണം എന്നാണ് അൺബയാസ്ഡ്നെസ്സിൽ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ, ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത് ഓവർ എസ്റ്റിമേറ്റും ആവരുത്, അണ്ടർ എസ്റ്റിമേറ്റും ആവരുത്. നമുക്ക് കിട്ടുന്ന എസ്റ്റിമേഷൻ ഈക്വൽ തന്നെ ആവണം എന്നാണ് അൺബയാസ്ഡ്നെസ്സിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി. If an estimator approach the parameter closer the sample size increase, then it is said to be consistent estimator. Number of sample increase automatically equal to population mean or sample mean. എന്താണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത് നോക്കാം. നമ്പർ ഓഫ് സാമ്പിൾ ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി പോപ്പുലേഷൻ മീൻ സാമ്പിൾ മീൻ ആർ ഈക്വൽ. പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും ഈക്വൽ ആവും ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ ഇൻക്രീസ് ആവുമ്പോൾ എന്നാണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. എങ്ങനെ പോയാലും ഒരേ ടാർഗറ്റിൽ തന്നെ വരും എന്നാണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി. Another property of good estimator is that it should efficient. It is a more efficient to parameter and it is standardized error of statistic. If two estimator of sample size are given, that one with a lesser standard error is said to be more efficient. എഫിഷ്യൻസിയിൽ പറയുന്നത് എഫിഷ്യൻസി ഈസ് എ റിലേറ്റീവ്. കാരണം രണ്ട് പേരുണ്ടെങ്കിലേ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പയർ ചെയ്യണം. വാരിയബിലിറ്റി കുറവാണെങ്കിൽ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ഇൻ പാരാമീറ്റർ. എന്താ പറയുന്നത്? ഇപ്പോൾ രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ അവർ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കമ്പയർ ചെയ്യണം. ഈ കുട്ടിയേക്കാൾ വലുതാണെന്നോ ഹൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് എഫിഷ്യൻസിയിൽ പറയുന്നത്. എഫിഷ്യൻസി ഇസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ. നെക്സ്റ്റ് വൺ, സഫിഷ്യൻസി. സഫിഷ്യൻസി എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് മീൻസ് if everything sample can give all information regarding population called sufficiency. സഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിളിലുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോപ്പുലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു സാമ്പിൾ, ഒരു ചെറിയൊരു പാർട്ടേ നമ്മൾ എടുക്കുള്ളൂ. ഇതിലങ്ങനെ തന്നെ പറയുന്നത് പോപ്പുലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു സാമ്പിളിൽ കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ഇൻഫോർമേഷൻസ് കിട്ടുന്ന ആ ഒരു പ്രോപ്പർട്ടിയെയാണ് സഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സഫിഷ്യൻസി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ. ഇനി നെക്സ്റ്റ് ആണ് കോൺഫിഡൻസ് ലിമിറ്റ് ഓർ ഇന്റർവെൽ. ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് വി അസോസിയേറ്റ് വിത്ത് ആൻ ഇന്റർവെൽ എസ്റ്റിമേറ്റ് കോൾഡ് കോൺഫിഡൻസ് ലെവൽ. A higher probability means higher confidence. It can be expressed standard error rather than numerical value. പ്രോബബിലിറ്റി അസോസിയേറ്റ് ചെയ്യുന്ന ഇന്റർവെൽ എസ്റ്റിമേറ്റിനെയാണ് കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ കോൺഫിഡൻസ് ലിമിറ്റ് അല്ലെങ്കിൽ ഇന്റർവെൽ എന്നൊക്കെ പറയുന്നത്. ഇതെന്തായിരിക്കും? എ ഹയർ പ്രോബബിലിറ്റി മീൻസ് ഹയർ കോൺഫിഡൻസ്. ദ കോൺഫിഡൻസ് ഇന്റർവെൽ ആർ എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് എറർ റദർ ദാൻ ന്യൂമറിക്കൽ വാല്യൂ. കോൺഫിഡൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെവൽസ് ഒക്കെയാണ് 90%, 95%, 99% എന്നൊക്കെ. അതെല്ലാം ഈ പറഞ്ഞ ലെവൽസ് എല്ലാം കോൺഫിഡൻസ് ലിമിറ്റ്സ് ആർ ദ അപ്പർ ആൻഡ് ലോവർ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാണ് കോൺഫിഡൻസ് ലിമിറ്റ് ഓർ ഇന്റർവെല്ലിൽ പറയുന്നത്.
ഇനി നെക്സ്റ്റ് ആണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. MML മെത്തേഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. MML method is a method of estimating the parameter of statistical model given data. This method selecting and estimating computing from sample drawn from the population such that the estimated population parameter has a maximum probability or likelihood. It was developed by R.A. Fisher. R.A. ഫിഷർ ആണ് ഈ ഒരു MML മെത്തേഡ് എന്ന് പറഞ്ഞത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിൽ പറയുന്നത്? ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമം ആക്കാൻ വേണ്ടി, മാക്സിമം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റ്സിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വഴിയാണ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൊമെന്റ്സ് എസ്റ്റിമേറ്റർ എന്നും ഇതിൽ പറയുന്നത്. MML ആണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. MML എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. P=X/N പാരാമീറ്റർ ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പാരാമീറ്റർ ആണ്, അതും മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡിലൂടെ. ഇനി നമ്മൾ MML മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് എന്താണ് നോക്കി നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് പ്രൊവൈഡ് കൺസിസ്റ്റന്റ് അപ്രോച്ച് ടു പാരാമീറ്റർ എസ്റ്റിമേഷൻ പ്രോബ്ലം. എന്താ പറയുന്നത്? മാക്സിമം ലൈക്ലിഹുഡ് പ്രൊവൈഡ്, ഈ ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് അപ്രോച്ച് ടു പാരാമീറ്റർ എസ്റ്റിമേഷൻ പ്രോബ്ലം. It means maximum likelihood estimate can develop large variety of estimation situation എന്നാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് R.A. ഫിഷർ MML മെത്തേഡിലൂടെ പറയുന്നത്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഹാവ് ഡിസൈറബിൾ മാത്തമാറ്റിക്കൽ ആൻഡ് ഒപ്റ്റിമാലിറ്റി പ്രോപ്പർട്ടി. ഈ ഒരു MML മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൈറബിൾ മാത്തമാറ്റിക്കൽ ആൻഡ് ഒപ്റ്റിമാലിറ്റി പ്രോപ്പർട്ടി, ഒരു ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ആണ് എന്നാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. മാത്രമല്ല വേറൊരു അഡ്വാൻറ്റേജ് കൂടി പറയുന്നുണ്ട്. ദ MML മെത്തേഡ് ഹെൽപ്പ് ടു മിറ്റിഗേറ്റ് ദ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. MML മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്, കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയെയും മാക്സിമം ഈ ഒരു മെത്തേഡിന്റെ കോംപ്ലക്സിറ്റി മിറ്റിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഫസ്റ്റ് വൺ, ദ ലൈക്ലിഹുഡ് ഇക്വേഷൻ നീഡ് ടു സ്പെസിഫിക്കലി വർക്ക്ഡ് ഔട്ട് ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എസ്റ്റിമേഷൻ പ്രോബ്ലം. ഇതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയും എസ്റ്റിമേഷൻ പ്രോബ്ലത്തിനെയും മാത്രമേ ഈ മെത്തേഡ് സ്പെസിഫൈ ചെയ്യൂ എന്നാണ് ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എന്താ ഇതിൽ തന്നെ ഉണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് ആണ്, ന്യൂമറിക്കൽ എസ്റ്റിമേഷൻ ഈസ് യൂഷ്വലി നോൺ ട്രൈവൽ. നോൺ ട്രൈവൽ എന്ന് പറഞ്ഞാൽ പ്രധാനമല്ലാത്ത ഡീറ്റെയിൽസ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂഷ്വലി നോൺ ട്രൈവൽ എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ കേസ്. സിമ്പിൾ ഹൈ ക്വാളിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആയി കോമൺ ആയിട്ട് ഇൻക്രീസ് ചെയ്യും ഈ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതൊരു നോൺ ട്രൈവൽ ആണ് എന്നാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ക്യാൻ ബി ഹെവിലി ബയാസ്ഡ് ഫോർ സ്മോൾ സാമ്പിൾ. സ്മോൾ സാമ്പിളിന് ഹെവി ബയാസ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഹെവിലി ബയാസ്ഡ് ഫോർ സ്മോൾ സാമ്പിൾ. ദ ഒപ്റ്റിമാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഈ സ്മോൾ സാമ്പിളിൽ ഒപ്റ്റിമാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം സ്മോൾ സാമ്പിൾ ഹെവി ആണ് എന്നാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ക്യാൻ ബി സെൻസിറ്റീവ് ടു ദ ചോയ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് വാല്യൂ. ഇറ്റ് ഈസ് അനദർ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത് MML മെത്തേഡിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഫോംസ്, ഡിഫറെൻറ്റ് ഫോംസ് ആണ് എസ്റ്റിമേഷനും ഹൈപ്പോതസിസും പറഞ്ഞു, എസ്റ്റിമേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ്, പോയിന്റ് എസ്റ്റിമേഷനും ഇൻ്റർവൽ എസ്റ്റിമേഷനും എന്താണ് പറഞ്ഞു, പിന്നെ MML മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു, MML മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, കോൺഫിഡൻസ് ലെവൽ എന്താണ്,
അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇന്റർവെൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ പറഞ്ഞു. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു.